ഇന്ന് ആ എയർലൈൻ നടത്തുന്നത് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും വലിയൊരു എയർലൈൻ, പണ്ട് നമ്മൾ എയർ ഇന്ത്യ എന്ന് കണ്ടിരുന്ന ഏറ്റവും വലിയ വിമാന കമ്പനിയേക്കാൾ ഇരട്ടി എണ്ണത്തിൽ കൂടുതൽ വിമാനങ്ങളുള്ള ഒരു കമ്പനിയാണ്. ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് ചെയ്തതാണ്. അതെ, അത് ചെയ്തപ്പോൾ കമ്പനിയുടെ ഓപ്പറേഷനെ ബാധിച്ചു അല്ലേ? പോകേണ്ട ഒരു പൈലറ്റിന് സുഖമില്ലാതായി, പകരത്തിന് ഒരാളെ വിളിക്കണം. പകരത്തിന് വിളിക്കേണ്ട ആൾ 12 മണിക്കൂർ റെസ്റ്റ് തികച്ചിട്ടില്ല. അപ്പോൾ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പൈലറ്റ് അവൈലബിൾ ആകും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ ഈ ഫ്ലൈറ്റ് അങ്ങ് താമസിപ്പിച്ചാൽ. ഏവിയേഷൻ രംഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു അതിഥിയെ കിട്ടുന്നത് അപൂർവമാണ് എന്ന് പറയാം. ഇപ്പോൾ വ്യോമയാനം, വിമാനം പറത്തൽ, വിമാനത്തിലെ ക്രൂ, അതിലെ ക്യാപ്റ്റൻഷിപ്പിൽ ദീർഘകാലത്തെ പരിചയമുള്ള ഒരാൾ ശ്രീ രമേശ് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ABC ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ പരിചയപ്പെടാൻ നല്ല താല്പര്യം ഉണ്ടാവും. അങ്ങൊന്ന് പറയൂ, അങ്ങയുടെ പ്രൊഫൈൽ ഒന്ന് ചുരുക്കി പറഞ്ഞോളൂ. ഞാൻ പല ജോലികളിലും ആദ്യം ജോലി ചെയ്തതിന് ശേഷം പിൽക്കാലത്ത് പൈലറ്റാകാൻ ആഗ്രഹിച്ച് അതിലേക്ക് വന്ന ഒരാളാണ്. പലരും കൊച്ചുപ്രായത്തിലെ +2 കഴിഞ്ഞ് നേരെ പൈലറ്റ് ട്രെയിനിങ് ചെയ്ത് പൈലറ്റാകുന്നവരാണ്. പക്ഷേ കുറച്ച് പേരെങ്കിലും എന്നെപ്പോലെ പല ജോലികളിലും ഇരുന്ന് സമ്പാദിച്ച് കുറച്ച് കാശൊക്കെ സേവ് ചെയ്ത്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് പിൽക്കാലത്ത് ഇതിലേക്ക് വരുന്നവരുണ്ട്. അതുപോലെയാണ് ഞാൻ. അങ്ങനെ കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഞാൻ ഈ ജോലിയിലുണ്ട്. ഏതൊക്കെ എയർലൈനിൽ വർക്ക് ചെയ്തു? ഞാൻ ആദ്യം ജനറൽ ഏവിയേഷൻ എന്ന് പറയുന്ന, അതായത് ചെറിയ റീജിയണൽ എയർലൈൻ ഓപ്പറേഷൻസ് കൂടുതലും നോർത്ത് ഇന്ത്യയിൽ പല ഭാഗത്തായിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം ഡെക്കാൻ എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. അതിനുശേഷം വെഞ്ചൂറ എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയും അതേപോലെ. ഇപ്പോൾ അത് സൂരത് ബേസ്ഡ് ആയിട്ട് ഗുജറാത്ത് ഓപ്പറേഷൻസ് ആണല്ലേ? അതെ, ചെറിയ സെക്ടറിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു കമ്പനി ആണ്. ആ കമ്പനിയിൽ ഫ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം ആ കമ്പനിയിൽ തന്നെ അതിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ടാണ് ഞാൻ അവിടുന്ന് വിടുന്നത്. ഇപ്പം ഞാനൊരു എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കൊച്ചിയിലാണ് താമസം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നിരന്തരമായിട്ട് 1.5 പതിറ്റാണ്ട് കാലമായിട്ട് വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, വിമാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ, ക്യാബിൻ ക്രൂവിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ റിസോഴ്സ് എന്ന നിലയിൽ അങ്ങയുടെ കയ്യിലുണ്ടാകും. ഫസ്റ്റ് വിറ്റ്നസ് ആ നിലക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, ഇൻഡിഗോ എയർലൈൻസിലുണ്ടായ പ്രമാദമായ സമരം, അതിനെ തുടർന്നുണ്ടായ ദുരന്തങ്ങൾ, യാത്രക്കാരനുഭവിച്ച കഷ്ടപ്പാടുകൾ, അത് മലയാളിയുടെ മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് പച്ച പിടിച്ചല്ല, പലപ്പോഴും അത് ഇങ്ങനെ ഒരു വല്ലാത്ത വിങ്ങലായിട്ട് നിൽക്കുന്നുണ്ട്. ആ സാഹചര്യം എന്തായിരിക്കും? അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ, ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് എയർലൈനിൽ എപ്പോഴും നമ്മുടെ വിരൽത്തുമ്പിലുള്ള എയർലൈൻ എന്ന നിലയിൽ അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോയതിൻ്റെ സാഹചര്യം എന്തായിരിക്കും? സർ, ആ എയർലൈനിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക്, അതായത് ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യുന്ന എയർലൈൻ യാത്രക്കാരുടെ കണക്ക് പറയാനാണെങ്കിൽ 60% യാത്രക്കാരും ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനാണ്. ആ എയർലൈനിൻ്റെ ഓപ്പറേഷനിൽ സമരം എന്ന് പറഞ്ഞൊരു സാധനമല്ല അന്ന് ഉണ്ടായിരുന്നത്. ഞാൻ അറിയാവുന്നിടത്തോളം ആ ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ ഡിലേ, കാലതാമസം ഉണ്ടായി, കുറേ ക്യാൻസലേഷൻസും ഉണ്ടായി. ഈ ഡിലേയും ക്യാൻസലേഷൻസും ഒരു ചെറിയ രീതിയിൽ ഉണ്ടായി, അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ വലുതായി ഒരു സമയത്ത് അത് കൈവിട്ടു പോകുന്ന അവസ്ഥ വരെ എത്തി എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ ചാനലുകളും അത് വളരെ വിശദമായി ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഒരു പ്രശ്നമൊന്നും ഉണ്ടായെങ്കിലും അതിൽ നിന്നും ആ എയർലൈൻ കരകയറിയിട്ടുണ്ട്. അത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച്, അതായത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനുമായിട്ട് സഹകരിച്ച് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജീവനക്കാർ സാറ്റിസ്ഫൈഡ് ആണ്? ജീവനക്കാരെല്ലാം വളരെ നല്ല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ എല്ലാവരും ജോലി ചെയ്യുന്ന, വളരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫെബ്രുവരി 10 വരെയാണ് ഗവൺമെൻറ് ആ എയർലൈനിന് റിലാക്സേഷൻ കൊടുത്തിരുന്നത്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട്. ഫെബ്രുവരി ആവുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫെബ്രുവരി 10 തൊട്ട് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ
അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് എന്ന് വിളിച്ചില്ലെങ്കിലും പങ്ക്ച്വാലിറ്റി ഏറ്റവും സുപ്രധാനമായ ഒരു സെക്ടറാണല്ലോ. തീർച്ചയായിട്ടും സർവീസ് സെക്ടർ, അതിലും ട്രാവൽ സെക്ടർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ വിമാനങ്ങൾ ഡിലേ ആകുന്നു എന്ന് പറയുന്നതിനെ സ്ട്രൈക്ക് എന്ന് വിളിച്ചില്ലെങ്കിലും അതിനേക്കാളും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ അത് വലിയ റിയാക്ഷനും ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ സേവന വേതന വ്യവസ്ഥകളായിരുന്നോ യഥാർത്ഥത്തിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ചത്? അല്ല, ഒരിക്കലും അത് വേതനം, അത് ശമ്പളം അല്ല അതിനകത്തൊരു ഘടകമായി വന്നത്. ഇതിനകത്ത് പ്രധാനമായും വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഗവൺമെൻറ് വ്യോമയാന മന്ത്രാലയം എന്ന് പറഞ്ഞ മിനിസ്ട്രി ഉണ്ട്, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി. അതിനോടനുബന്ധിച്ച് ഏവിയേഷൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സെപ്പറേറ്റ് ബോഡിയുണ്ട്. അത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയും, DGCA എന്ന ഷോർട്ട് ഫോമിൽ പറയും. ഈ DGCA പറയുന്ന റൂൾ പ്രകാരമാണ് എല്ലാ എയർലൈൻസും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, വലുതും ചെറുതുമായുള്ള എല്ലാ കമ്പനികളും. ഇന്ത്യക്കകത്ത് ഒരു ചെറു വിമാനം സ്വന്തമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും അവർ പറയുന്ന ഒരുപാട് നിബന്ധനകളും റൂൾസും ഫോളോ ചെയ്ത് മാത്രമേ ഇന്ത്യയിൽ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. വളരെ സ്ട്രിക്റ്റുമാണ്. അത് വളരെ നല്ല രീതിയിലാണ് ഈ DGCA കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ എയർലൈൻസും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് അല്ല എന്ന് സ്ഥാപിക്കാൻ പലരും പല മാധ്യമങ്ങളിൽ കൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. വളരെ സ്ട്രിക്റ്റായിട്ടൊരു എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റൂൾസ് പാലിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും നോട്ടപ്പുള്ളികളായ വ്യക്തികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൈലറ്റ്സാണ്. അപ്പോൾ പൈലറ്റ്സിൻ്റെ കാര്യം മാത്രം എടുത്ത് ഞാൻ പറയാം, ഏറ്റവും സ്ട്രിക്റ്റായിട്ടുള്ള എൻവയൺമെൻറ്റിൽ വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. വളരെ സേഫായിട്ട് തന്നെ എയർലൈൻസ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. പൈലറ്റ്സ് നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ പൈലറ്റ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു സീറോ എറർ ജോബാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഈ ജോലിയിൽ നമ്മൾക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ആഘാതം ശരീരത്തിനും മനസ്സിനും ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് റെസ്റ്റ് ഓരോ ഡ്യൂട്ടി കഴിയുമ്പോഴും തരണം എന്നുള്ള നിബന്ധനയുണ്ട്. ഈ നിബന്ധന വെച്ചിരിക്കുന്നതും ഈ DGCA എന്ന് പറയുന്ന ബോഡി തന്നെയാണ് അതിൻ്റെ റൂൾസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റൂൾസ് ഇൻ്റർനാഷണൽ ലെവലിൽ ആക്കാൻ വേണ്ടി കഴിഞ്ഞ നവംബർ തൊട്ട് കൂടുതൽ റെസ്റ്റും മറ്റും കൊടുക്കുന്ന രീതിയിൽ റൂൾസ് ചെറുതായി മാറ്റി. അതായത് റെസ്റ്റ് കൂടുതൽ വേണം. ഒരാഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഓഫ് കൊടുക്കുന്നത് 36 മണിക്കൂർ വേണമെന്നുണ്ടായിരുന്നു. ഈ 36 മണിക്കൂറിനെ അവർ 48 മണിക്കൂറായി കൂട്ടുകയാണുണ്ടായത്. അപ്പോൾ കൂടുതൽ റെസ്റ്റ് കിട്ടും. അപ്പോൾ റെസ്റ്റ് ലേബർ വെൽഫെയർ തന്നെയാണ്. അതെ, നല്ല രീതിയിൽ തന്നെയാണ്. അതേപോലെ രാത്രി ഫ്ലൈ ചെയ്യുന്നതിന് എത്ര ഫ്ലൈറ്റ്സ് രാത്രി ചെയ്യാന്നുള്ളതിൻ്റെ കണക്ക് അവർ വെട്ടിക്കുറച്ചു. ഒരു രാത്രി മാക്സിമം 2 ഫ്ലൈറ്റ്സ് ചെയ്യാവൂ എന്നുള്ള. പറഞ്ഞാൽ എംപ്ലോയി ഫ്രണ്ട്ലി ആണല്ലോ, അത് പൈലറ്റ് ഫ്രണ്ട്ലി ആണ്. തീർച്ചയായിട്ടും. പൈലറ്റ് എന്നിട്ടും എന്താണ് പിന്നെ പ്രശ്നങ്ങളിലേക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പൈലറ്റിനെ ഒരു മാസം എത്ര മണിക്കൂർ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ആ കണക്കിൽ യൂട്ടിലൈസേഷൻ കുറഞ്ഞു. അപ്പോൾ പൈലറ്റ്സിൻ്റെ യൂട്ടിലൈസേഷൻ കുറഞ്ഞപ്പോൾ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാ എയർലൈൻസും പൊതുവേ ചെയ്യുന്നത്. ലാഭം അല്ല, തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ ഓപ്പറേഷനാണ്. എന്നാൽ ഈ കണക്കനുസരിച്ച് റെസ്റ്റ് കൂടുതൽ കൊടുത്തപ്പോൾ, ഈ നിബന്ധനകൾ പാലിച്ചപ്പോൾ പൈലറ്റ്സിനെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ വന്നപ്പോൾ പൈലറ്റ്സിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അപ്പോൾ നെട്ടോട്ടം ഓടിയിരുന്ന രീതിയിൽ ഫ്ലൈറ്റ്സ് ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ച് റെസ്റ്റ് കൂടുതൽ കിട്ടുകയും കുറച്ച് കൂടുതൽ സമയം വീട്ടിലിരിക്കാൻ പറ്റുകയും ചെയ്തപ്പോൾ പൈലറ്റ്സിനെ ആവശ്യത്തിന് എല്ലാ ഫ്ലൈറ്റ്സും ചെയ്യാൻ കിട്ടാതെ. എന്ന് വെച്ചാൽ പൈലറ്റ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടി കമ്പനി കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ. കമ്പനി കൊണ്ടുവന്നത് ശരിക്കും ഈ ഗവൺമെൻറ് പറയുന്ന അനുസരിച്ച് ചെയ്തതാണ്. അതെ, അത് ചെയ്തപ്പോൾ കമ്പനിയുടെ ഓപ്പറേഷനെ ബാധിച്ചു അല്ലേ? തീർച്ചയായിട്ടും ബാധിച്ചു. അതുകൊണ്ടാണോ ഈ ഡിലേ വന്നത് പല സെക്ടറും? അല്ലേ, അതായത് ഒരു ചെറിയ രീതിയിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു പൈലറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മിനിമം 12 മണിക്കൂർ റെസ്റ്റ് വേണമെന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിക്ക് വിളിക്കാവൂ. അപ്പോൾ ആ എയർലൈനിൻ്റെ ഒരു ഫ്ലൈറ്റ് ആളില്ല, അതിപ്പോൾ പോകേണ്ട ഒരു പൈലറ്റിന് സുഖമില്ലാതായി, പകരത്തിന് ഒരാളെ വിളിക്കണം. പകരത്തിന് വിളിക്കേണ്ട ആൾ 12 മണിക്കൂർ റെസ്റ്റ് തികച്ചിട്ടില്ല. അപ്പോൾ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പൈലറ്റ് അവൈലബിൾ ആകും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ ഈ ഫ്ലൈറ്റ് അങ്ങ് താമസിപ്പിച്ചാൽ ഈ പൈലറ്റിനെ കൊണ്ട് ആ ഫ്ലൈറ്റ് ചെയ്യിക്കാം. അത് ചെയ്തുമില്ല.
അല്ല, അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ ചെയ്ത് ഫ്ലൈറ്റ്സ് താമസിപ്പിച്ചു, പൈലറ്റ്സിനെ അവൈലബിൾ ആക്കി. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള പൈലറ്റ്സിനെ കൊണ്ട് ഫ്ലൈറ്റ് താമസിച്ചാലും സാരമില്ല, ഓടട്ടെ എന്നുള്ള രീതിയിൽ ഓടിച്ചു കാണും. പക്ഷേ ഷെഡ്യൂൾഡ് ടൈമിങ്ങിൽ മാറ്റം വരുത്തിയിട്ട് പാസഞ്ചേഴ്സിനെ കൃത്യമായി ഇൻഫോം ചെയ്യണ്ടേ? അതെ, ഇൻഫർമേഷൻ പോകുന്നുണ്ട്. ഇൻഫർമേഷൻ എല്ലാവരും ഇപ്പോൾ എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഈ അവസ്ഥയിൽ ഇൻഫർമേഷൻ പോകുന്നുണ്ടെങ്കിലും പക്ഷേ പാസഞ്ചേഴ്സ് ഞങ്ങൾ അറിഞ്ഞില്ല, വളരെ നേരത്തെ വന്നു, വയലൻ്റായി ഇതൊക്കെ പറഞ്ഞ്. അതെ, ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റം തകരാറിലായി. അത് ശരി. ഒരു പരിധി വരെ അവർക്ക് എല്ലാം കയ്യിൽ ഒതുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒതുങ്ങാതായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞ ഒരു സ്റ്റോറി അങ്ങ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന നിലയിൽ അങ്ങ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഇൻഡിഗോയുടെ തലപ്പത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളിലൊക്കെ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പലരും പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കോമ്പീറ്റൻസിയുള്ള ആളുകളെ, കൂടുതൽ കോമ്പീറ്റൻ്റായ ആളുകളെ കിട്ടുന്നതുകൊണ്ടാവാം. പക്ഷേ അവരുടെ മിസ്മാനേജ്മെൻറ്റ് ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ചു എന്ന് കേട്ടത് ശരിയല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ എനിക്ക് അറിയില്ല. അതിന് പല കാരണങ്ങൾ കാണാം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ്റെ വ്യാപ്തി ഇന്ന് ആ എയർലൈൻ നടത്തുന്നത് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും വലിയൊരു എയർലൈൻ, അതായത് ഈ വിമാനങ്ങളുടെ എണ്ണം വെച്ച് നോക്കാനാണെങ്കിൽ തന്നെ പണ്ട് നമ്മൾ എയർ ഇന്ത്യ എന്ന് കണ്ടിരുന്ന ഏറ്റവും വലിയ വിമാന കമ്പനിയേക്കാൾ ഇരട്ടി എണ്ണത്തിൽ കൂടുതൽ വിമാനങ്ങളുള്ള ഒരു കമ്പനിയാണ്. ശരിയാണ്. അപ്പോൾ അത്രയും വലിയൊരു വ്യാപ്തിയിലുള്ളൊരു ഓപ്പറേഷൻ വ്യോമയാന മേഖലയിൽ ഇന്ത്യ ഇപ്പോഴാണ് കാണുന്നത്. അനുഭവങ്ങളുടെ ഒരു കുറവുണ്ടല്ലേ നമുക്ക്, അല്ലേ? അനുഭവങ്ങളുടെ ആ രീതിയിൽ നോക്കിയാൽ അനുഭവ സമ്പത്തിൻ്റെ കുറവ് ഇന്ത്യയിൽ ഇപ്പോഴും ആൾക്കാർ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും എവിടുന്ന് ടാലൻറ്റ് കിട്ടുന്നോ, എവിടുന്നാണ് ആൾക്കാരെ കിട്ടുന്നോ അവിടുന്ന് കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ നടന്നത്. തീർച്ചയായിട്ടും സന്തോഷം സാർ. കാരണം ഞങ്ങൾ ഈ ഇൻഡിഗോ ദുരന്തം എന്ന് വിളിക്കാവുന്ന സംഭവത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ, അവിടെ ഇവിടെയും തൊടാതെ സെൻസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇൻഡെപ്ത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് പൊതുവേ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സാർ അതിനൊരു ക്ലാരിറ്റി വരുത്തി എന്നതിൽ സന്തോഷമുണ്ട്.